ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്നൊരു ചെറിയ ഷോപ്പിംഗ് നടത്തിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിവിടെ ദുബായിൽ ഫുജേറയിൽ ഹോം സെൻറ്റർ വരെ വന്നു കേട്ടോ. ഒരു കർട്ടൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഷോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായേ. അപ്പം വെൽക്കം ബാക്ക് ടു അഞ്ജോസ് ബിബിൻ. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഫുള്ള് കാണണം കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ മോട്ടിവേഷനുള്ള, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഹോം സെൻറ്ററിൽ കയറി ഒരു ഹോമിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാനിങ്ങനെ കയറിയപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്, നല്ല ഭംഗിയുള്ള തിങ്സ് നമ്മുടെ ഈ ഹോളിലും ലിവിങ് റൂമിലൊക്കെ വെക്കാനൊക്കെ ആയിട്ടൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്താൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫുജേറയിലുള്ളവരോ ദുബായി പോകുന്നവരോ ദുബായി വരുന്നവരോ ഒക്കെ ഇവിടെ ഹോം സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മേടിക്കാം. ഞാൻ ആക്ച്വലി വന്നത് കർട്ടൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ അപ്പുറത്തേക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വേറൊരു ഷോപ്പിൽ പോയി കേട്ടോ കർട്ടൻ നോക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്കതിൻ്റെ ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. എന്നാലും 2-3 ഷോപ്പും കൂടെ നോക്കിയിട്ട് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പും ഒന്ന് കയറി ഇറങ്ങായിരുന്നു കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള കുടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തോ സംതിങ് ഗെയിം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഈ ചൂരൽ കൊട്ടകളൊക്കെ ഇവർ നല്ല ഭംഗിയിൽ, എനിക്ക് തോന്നുന്നത് ചൈനയിൽ നിന്ന് വരുന്നതാണെന്നായിരിക്കണം, അറിയില്ല. അന്നേരം ഞാൻ നോക്കിയില്ല. അപ്പോൾ ആൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സേഫാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങ് നേരത്തെ കയറി. ഞാനിങ്ങനെ പതുക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ആൾ വന്നാണ്. ഇനി വേണം കർട്ടൻ്റെ അടുത്തോട്ട് പോകാനായിട്ട്. ഇവിടെ ഷോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല അവസാനം മേടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഏതെപ്പോഴാണ് ഇഷ്ടപ്പെടുക, എന്താ മേടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഷോപ്പിംഗ് ഒരു വല്ലാത്ത ഒരു മൈൻഡാണ്, നല്ലൊരു അവസ്ഥ തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പാത്രങ്ങളൊക്കെ, നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ. നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അത് റോസ്, ഡ്രൈ റോസ് ഇതാണെന്ന് തോന്നുന്നു. ഫ്ലവേഴ്സ് നമ്മൾ ഈ ലിവിങ് റൂമിലൊക്കെ സ്മെല്ലിന് വെക്കാനൊക്കെ ആയിട്ട്. ഞാൻ ആദ്യം എടുത്ത് തന്നെയാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടത്, പിന്നെ ഒരു സെഷൻ കണ്ടത്. ഇത് കണ്ടിട്ട് എനിക്ക് ഇതെങ്ങനെയാണ്, എവിടെ നിർത്തണം എന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ പിന്നെ പറ്റുന്നിടത്തോളം കയ്യിൽ ഇതുണ്ടല്ലോ, അപ്പോൾ വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ സമയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് എടുത്തത് കേട്ടോ. ഇനി മുതൽ പതുക്കെ എടുക്കാം ഇങ്ങനെ ഇറങ്ങുമ്പോൾ. എന്നാലും അന്ന് തീരെ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള സമയം കൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാണ്. സോസർ സെറ്റുകൾ, പാത്രങ്ങൾ എല്ലാം നല്ല ഗ്ലാസ് ഐറ്റംസ്, നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്, വളരെ കളർഫുള്ളാണ്. പിന്നെ വുഡിൻ്റെ ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഉള്ളത് നല്ല ഭംഗിയിലുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ ടേബിളൊക്കെ കണ്ടിന്യൂ ചെയ്യാവേ. ആ ടേബിൾ കണ്ടോ, നല്ല സെറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിളാണ്, നല്ല ഭംഗിയിൽ. നമുക്ക് പിന്നെ സ്ത്രീകൾക്ക് എങ്ങോട്ട് ചെന്നാൽ ഈ കണ്ണ് പോകുന്നത് പാത്രങ്ങളുടെ അടുത്തോട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏത് ടൈപ്പാണെങ്കിലും ആ പാത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്, ബെഡ് കവറ്, അങ്ങനത്തെ ഐറ്റംസ് കാണുമ്പോൾ എല്ലാം അങ്ങോട്ട് മൈൻഡ് പോകും. പക്ഷേ ഇതൊരു സൂപ്പർ ഷോപ്പാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
ബാഗ് ആക്സസറീസ്, പ്ലേസ്മെൻറ്റ്സ് എല്ലാം എല്ലാം അവൈലബിൾ ആണ്. ഇതിനകത്തൊന്നും ഇല്ലാഴിയില്ല. 70% ഓഫാണ് കണ്ടു, ബട്ട് എനിക്ക് ഫുൾ ഓണായിട്ടാണ് തോന്നിയത്. കംപ്ലീറ്റ് 70% അല്ല കേട്ടോ, 25 to സംതിങ് അങ്ങനെ മറ്റുമാണ്. അങ്ങനെ ഫൈനലി ഞാൻ കർട്ടൻ ഉള്ള സ്ഥലത്തെത്തി. ഇഷ്ടമുള്ള ഷെയ്ഡൊക്കെ കിട്ടി. 1000 ദിറംസാണ് അതിൻ്റെ ഫുൾ സെറ്റ് അവർ സെറ്റ് ചെയ്ത് തരുമ്പോൾ പറയുന്നത്. അപ്പം നല്ലൊരു എമൗണ്ട് ആവും. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ഷെയ്ഡ്സൊക്കെ ആകെ കയ്യിരിക്കുന്ന ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ക്രീം കളറിലുള്ളൊരു പെയിൻ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടം. അതിൻ്റെ റോഡാണെങ്കിലും എല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ നിന്നു, ഇതിലേതാ മേടിക്കണോ വേണ്ടയോ, എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്ത് കുറേ ഷെയ്ഡ്സ് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കൊരു കോൾ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഇടയ്ക്കാണ് സൗണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാൻ നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതാണ് ഞാൻ ആ സമയത്ത് സംസാരിക്കാതിരുന്നത്. അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓക്കെ, ഫൈനലി അപ്പം നമ്മളിങ്ങനെ കുറേ കർട്ടനൊക്കെ കണ്ടു. അവിടുന്ന് പതുക്കെ റേറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം സംസാരിച്ചപ്പോൾ നമുക്കങ്ങ് ദഹിച്ചില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ സെറ്റിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു പരിധി കൂടുതൽ പൈസ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതാണ് മെയിൻ കാരണം. പിന്നെ ഇഷ്ടപ്പെട്ടത് ഒരൊറ്റ കളറായിരുന്നു, ഈ ബ്ലൂവിൻ്റെ താഴെ ഇരിക്കുന്ന ഇപ്പം നോക്കുന്ന ബ്ലൂ ഷെയ്ഡ് മാത്രം. മറ്റൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ ഒരു ഷെയ്ഡ് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ കാണുന്ന ബ്ലൂ കേട്ടോ. പിന്നെ വേറൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് അത്ര എമൗണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും പറ്റാണ്ടായി. പിന്നെ ഞങ്ങൾ അവരോട് ചോദിക്കാനെല്ലാം പറഞ്ഞു, ഇത് വേറെ ഏതെങ്കിലും ടൈപ്പ് ഉണ്ടോ, പല പല മോഡലുണ്ടല്ലോ, അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ട് ആളവിടെ നിന്നു കേട്ടോ. ഞാൻ പതുക്കെ അവിടെ നിന്ന് മുങ്ങി, കാരണം ഈ ഷോപ്പ് കണ്ടു തീർക്കണമല്ലോ. വീണ്ടും ഇങ്ങനെ പതുക്കെ പോയിട്ടോ. നല്ല കൗച്ചിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ചെറിയ പില്ലോസൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പേരുകളൊന്നും ശരിക്കറിയില്ല. ഇത് നല്ല ബെഡ്ഷീറ്റ്, അതിൻ്റെ കവറുകളാണ്, ബെഡ് കവറുകൾ ആക്സെപ്റ്റബിൾ ആണ്. നമുക്ക് ചില പ്രൈസൊക്കെ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഒന്നാമത് അതിന് സിംഗിൾ ഷീറ്റാണ് ചിലതൊക്കെ, അതാണ് ഒരു പ്രൈസൊക്കെ അത്യാവശ്യം കുറഞ്ഞു വരുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനും, 100% ഗ്യാരൻറ്റിയാണ്, നമുക്ക് കുഴപ്പമില്ല. ഇതൊക്കെ കുട്ടികൾക്കായിട്ടുള്ള ബോട്ടിലും നമുക്കുള്ള ബോട്ടിലും ഒക്കെ ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായാലും വീട് സെറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം ഉണ്ട്. പല പല മോഡലുകളുണ്ട് കേട്ടോ, ഈ ബെഡ്ഷീറ്റിൻ്റെ ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ്. ഇങ്ങനെ എടുത്തതിൽ കുറച്ച് സ്പീഡുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറേ ലൈറ്റ്സ് കണ്ടേ, നല്ല ഭംഗിയുള്ള ലൈറ്റ്സാണ് എല്ലാം. ടേബിൾ ലാമ്പുകളും അല്ലാത്ത ടൈപ്പും ഒക്കെ. സാധാരണ ചൂരൽക്കൊട്ടയുടെയും നാട്ടിൽ നമ്മൾ ഈ പറയുന്ന ചാക്കും ഒക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയിലാണ് അവർ ഉണ്ടാക്കിയെടുത്തേക്കുന്നതെന്ന്. എന്നിട്ട് അതിനകത്ത് ലൈറ്റും കൂടെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലെഗൻഡ് ലുക്കാണ്. പിന്നെ നല്ല സൂപ്പർ ഭംഗിയാണ് അങ്ങ് കാണാനായിട്ട്. അപ്പം ഞാനിങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ലൈറ്റ് കണ്ടു കേട്ടോ. മേടിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു പിന്നീട് സമയമെടുത്ത് മേടിക്കാം, കാരണം ഇപ്പം അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമില്ല, പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്ക്. ആ മിററൊക്കെ ഓൾറെഡി ടേബിൾ സെറ്റാണ്, അതെങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാക്കിൻ്റെ ടൈപ്പ് തുണി ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തൊരു ലൈറ്റ്, അതും ആ ടൈപ്പാണ്, ബട്ട് കളർ അങ്ങനെ ഒരു ഇതല്ല. അപ്പോൾ ഇത് ഓൺ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ലൈറ്റ്സാണ് കേട്ടോ. എനിക്കിന്നൊക്കെ സ്റ്റാൻഡേലുള്ളതാണ്. ചുമ്മാ നമുക്കിങ്ങനെ ഒരു സൈഡിൽ കോർണറിൽ എൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ ചാക്കിൻ്റെ മോഡൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ,
എന്നിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കണ്ട ചൂരൽക്കൊട്ട പോലെ അതൊക്കെ കമത്തി വെച്ചേക്കാണ്. എന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗി. നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് വെറുതെ കളയുന്നത്. അതൊക്കെ ശരിക്കും വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലൈറ്റ്. ഇതാണ് ആ മുകളിലിരുന്ന് തിളങ്ങുന്നത്. 44 ദിറംസാണ് അതിനുള്ളത്. നല്ല ഭംഗിയല്ലേ തിളങ്ങുന്നത് കാണാൻ. അതും അതിൻ്റെ അപ്പുറത്തെയും അത് ബ്ലൂ കളർ മാറുന്നുണ്ട്. ഇതെല്ലാം മിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് നിർത്താൻ തോന്നിയില്ല. പിന്നെ ഇദ്ദേഹത്തിനോടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ എന്തോ ഡിലേ ആയി. അപ്പോൾ ആ ഡിലേ ആയ സമയം കൊണ്ടാണ് ഞാനിതിലെല്ലാം കറങ്ങി നടക്കുന്നത് കേട്ടോ. നമുക്കത് മാത്രമേ ഇവിടുന്ന് അത്യാവശ്യം മേടിക്കാനുള്ളൂ. വേറൊന്നും മേടിക്കാനില്ല. മേടിക്കുവാണെങ്കിൽ തന്നെ അതുകൊണ്ട് അത് മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കണ്ടിറങ്ങി പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമില്ലാഴികയല്ല, നമുക്ക് അത്യാവശ്യമുള്ളത്. പിന്നെ എല്ലാം നോക്കണമല്ലോ. ഈ ഒരുപാട് അതും ഇതും മേടിച്ച് കഴിയുമ്പോൾ ഓരോ കടയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ബജറ്റ് നിൽക്കത്തില്ല. വെറുതെ കുറേ പൈസ അവിടെ ഇവിടെയും ഷോപ്പിങ്ങിന് കളഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറി വരും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ അത് കുറയ്ക്കുവാണ്. കാണുന്നതൊക്കെ മേടിക്കാൻ തോന്നിയാൽ നല്ല രസമാണ്. പിള്ളേരുടെ ബെഡിലൊക്കെ ഇടുന്ന സിംഗിൾ ബെഡിലൊക്കെ ഇടുന്ന കുറേ പില്ലോസും കവറുകളും അതിൻ്റെ ബെഡും ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. കളർഫുള്ളാണെന്നുള്ളതാണ് എല്ലാം. പിള്ളേരുടെയൊക്കെ പ്രത്യേകിച്ച്. ബാക്കിയൊക്കെ ലൈറ്റ് കളേഴ്സാണ്. ഇവിടെയുള്ളവർക്ക് ലൈറ്റ് കളേഴ്സിനോടാണ് കൂടുതലിഷ്ടം. അതായത് ഇവിടുത്തെ സിറ്റിസൻസിന് അവർക്ക് ലൈറ്റ് കളേഴ്സിനോടാണ് ഇഷ്ടം. പിന്നെ അവർക്ക് കുട്ടികൾക്കൊക്കെ ആ ഒരു ബ്ലൂ, പിങ്ക് ആ ഒരു ഇത് വരുന്നുള്ളൂ. ഈ കാണുന്ന കർട്ടനിൽ ടൈ ചെയ്യുന്നതായിരിക്കണം. ഞാനിങ്ങനെ അതല്ലേന്ന് ചോദിക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള പില്ലോസും ബോളിൻ്റെ ഷേപ്പിലും ബോളിൻ്റെ ഡിസൈനിലും ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാറ്, ഒക്കെ ചുമ്മാ ബെഡിൽ ഇങ്ങനെ നല്ലതായിട്ട് ചുമ്മാ ഇടാൻ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. ഡ്രസ്സ് ഇടുന്ന സ്റ്റാൻഡൊക്കെ കണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനും. പിന്നെന്താണ് ബാത്റൂം ഐറ്റംസ്, വേസ്റ്റ് ബാസ്ക്കറ്റ് എല്ലാം ഉണ്ട്. മോപ്പിംഗ് സ്റ്റാൻഡ്, സ്റ്റിക്ക് അതെല്ലാം ഉണ്ട്. അതെല്ലാം നല്ല നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു അത് വേണോ? ഞാൻ പറഞ്ഞു വേണ്ട എന്ന്. മനസ്സിൽ വേണം എന്നുണ്ടെങ്കിലും ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. 1-2 മേടിച്ചിട്ട് അത് കളഞ്ഞു. അടുത്തത് മേടിച്ച് ഞാൻ ശരിയാകത്തില്ല. പിന്നെ ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു. അപ്പോൾ ആളെന്നെ പ്രത്യേകം പ്രാക്ടീസ് തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഷോപ്പിൽ കയറുമ്പോൾ ഒന്നും വേണം എന്ന് പറയരുത്. എന്ത് ചോദിച്ചാലും വേണ്ടെന്നേ പറയാവുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാനത് വളരെ വെൽ ട്രെയിൻഡാണ്. ഞാൻ എപ്പോൾ ചോദിച്ചാലും എല്ലാം വേണ്ടെന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന പൈസ എല്ലാം ഓരോ ഷോപ്പിൽ കൂടെ തീർന്നു പോവുള്ളൂ കേട്ടോ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലെ അവസ്ഥ. ഇത് ഈ കാണുന്ന സ്റ്റാൻഡ് നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്തിടാം. നല്ല കബോർഡ് പോലെ ഇരിക്കും കേട്ടോ. ആ തുണിയുടെ മേടിച്ചില്ല. ഇതൊക്കെ അല്ലാത്ത ഡ്രസ്സിങ് സ്റ്റാൻഡാണ്. ചുമ്മാ സ്റ്റാൻഡായിട്ട് വെക്കുന്നത്. പിന്നെ അയൺ ടേബിൾ മേടിച്ചില്ല. സാധാരണ ടേബിളിൽ അയൺ ചെയ്യുന്നു. അത് മതിയല്ലോ അല്ലേ? എന്തിനാണ് ഇതും കൂടെ മേടിച്ച് ആ സ്പേസും കൂടെ കളയുന്നതെന്ന് ഞാൻ ഓർക്കും. പിന്നെ അങ്ങനെ ഇതെല്ലാം സ്റ്റാൻഡുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് ഈ വാഷ്റൂമിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകാൻ സ്ലിപ്പാകാതിരിക്കാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാം. ഇത് തന്നെ സംഭവം. ഈ ഇത് ഡബിൾ സ്റ്റെപ്പുണ്ട്. അതിൻ്റെ 2 സ്റ്റെപ്പായിട്ടുള്ളതുണ്ട്. സ്റ്റെപ്പില്ലാത്ത സാധാരണ ഈ സ്റ്റൂള് പോലെ ഇങ്ങനെ ഇരിക്കുന്ന അതൊരു സംഭവമാണ്. അപ്പം പിള്ളേർക്ക് ഈ ടോയ്ലറ്റിന് ഹൈറ്റ് കൂടുതലാണെങ്കിൽ സ്റ്റൂളിട്ടിട്ട് അവർക്ക് ഇതേ ചവിട്ടി കയറാം. അപ്പോൾ സ്ലിപ്പറി അല്ല, അത് ഫിറ്റഡ് ആണ് അതിൻ്റെ ഇത്.
അനങ്ങാതെ ഇരുന്നോളും. അപ്പം ഞാനിങ്ങനെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മളത് അവിടെ വെച്ചിട്ട് പോന്നു. ബട്ട് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ഞാൻ 2-3 തവണ പറഞ്ഞാണ് അവിടെ നിന്ന് പോയത്. ചില കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഇച്ചിരി വാശി പിടിക്കും കേട്ടോ, മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഞാൻ തന്നെ പറയും, എന്നാൽ നമുക്ക് പിന്നെ ആക്കാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു. കാരണം ഇപ്പം നിലവിലുണ്ട്, അപ്പം അത് ഉള്ളത് വേസ്റ്റ് ആകും. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം നെക്സ്റ്റ് ബേബി ഓൺ ദ വേ ആണല്ലോ, അത് തന്നെ ഓൺ ദ വേ ആണല്ലോ. അപ്പോൾ 34 വീക്സ് ആവുന്നു. ഇനിയിപ്പോൾ അധികം താമസിക്കാതെ ബേബി വന്നാലും ബേബി ഒരു പോട്ടി ട്രെയിൻ ടോയ്ലറ്റ് ട്രെയിനിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ടൈം എടുക്കുമല്ലോ, 1-2 വർഷം എടുക്കും. അപ്പോൾ പിന്നെ നമുക്കിനി പതുക്കെ മേടിച്ചാൽ മതി. ഇതൊരു റാക്ക് കണ്ടാണ് കേട്ടോ, നമ്മുടെ ചപ്പൽ സ്റ്റാൻഡ് റാക്ക്, ഷൂ റാക്ക് കണ്ടതാണ്. നല്ല ഭംഗിയുള്ള ഷൂ റാക്കാണ്. 66 ദിറംസാണ് അതിൻ്റെ പ്രൈസ് വന്നിട്ട്. എന്നിട്ട് ഇത് കവർ ചെയ്തിടാം കേട്ടോ, മുകളിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്തിടാം. നല്ല സ്പേസ് ഉണ്ട്, ഇങ്ങനെ മൂടിയിടാം കേട്ടോ. നല്ലതായിരുന്നു. എൻ്റെ നിലവിൽ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഞാനവിടെ ട്രെയിൻഡ് ആയതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് കൊണ്ട് ഇവിടെ വെക്കും, പിന്നെ ചെരുപ്പ് മേടിച്ചു കൂട്ടും, പിന്നെ അതിൻ്റെ കുറേ പൈസ പോവും, പിന്നെ ഈ മേടിച്ചതിൻ്റെ പൈസ പോവും. എന്നിട്ട് കുറച്ച് വരുവാണ്. ചെരുപ്പ് വെക്കാനാണ് ഇപ്പോൾ ഇടയില്ലാത്തത്, അതേപോലെയാണ് അവസ്ഥ. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇത് കമ്പി മാത്രമുള്ളത്, ഇതാ തുണിയുടെ ആ ഒരു ഇതില്ലാത്ത റാക്കാണ് കേട്ടോ. അതും കൊള്ളാം, പൊടി ഉണ്ടാകത്തില്ല, കുഴപ്പമില്ല. പിന്നെ അതും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ അടുത്തതിൽ നടന്നു. ഭംഗിയുള്ള ഗ്ലാസ്സുകളും പാത്രങ്ങളും മാത്രമേ ഉള്ളൂ, അതാണ് മറ്റൊരു സത്യം. ആ കണ്ട ഞങ്ങളെടുത്ത ട്രോളി അല്ല, അതിനകത്ത് ഞാൻ സാധനം മേടിച്ചിട്ടുമില്ല. ഞാനങ്ങ് തള്ളി മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ പോയപ്പോൾ ഒരു വാച്ചൊക്കെ ഇരിക്കുന്നത്, ടിഷ്യൂ ബോക്സിൻ്റെ ഇപ്പുറത്ത് വാച്ചും സെറ്റൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാനെടുത്ത് കാണിക്കണത് ഒന്നാമത് വാച്ചിൻ്റെ ഏരിയ അല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ. എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് ആ ഒരു പോർഷൻ എനിക്ക് കിട്ടിയില്ല, അല്ല ഞാനത് എഡിറ്റ് ചെയ്തേനെ. ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്നത് എന്താണ്, ഈ മേക്കപ്പ് ബോക്സ്, ഇതാണ് നമ്മുടെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കിറ്റുകളൊക്കെയാണ്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ആ ബാഗൊക്കെ. അങ്ങനെ വന്നപ്പോൾ എന്നെ കണ്ടു കേട്ടോ, സന്തോഷമായി. ഈ പാത്രം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബട്ട് അലൂമിനിയം ആയിട്ടുള്ളതായിട്ട് അത് ഞങ്ങൾ അവിടെ തന്നെ വെച്ചു. പക്ഷേ അതിൻ്റെ ആ യെല്ലോ ഗ്രീൻ കളർ നല്ല ഷെയ്ഡായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവർ വീണ്ടും എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ റൂമിൽ കയറി വന്നു. വോയിസ് കൊടുക്കുന്ന സമയത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ പതുക്കെ ഇറക്കി വിട്ടു. പിന്നെ അവർ പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് നല്ല സൗണ്ടായിരിക്കും. അങ്ങനെ നല്ല ബഹളമാണ് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ എഡിറ്റിങ്ങൊക്കെ നല്ല പാടാണ് സത്യത്തിൽ. എന്താ പറയുന്നത്, നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും ഇത് അപ്ലോഡ് ചെയ്യലും ഒക്കെ. കാരണം ഇതിങ്ങനെ എല്ലാം കൂടെ ഒരു ഫ്രീ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതുകൊണ്ടോ ഈ ഒരു പാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. തുറന്ന് നോക്കിയപ്പം 179 ഇത് തിളയ്ക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ട് പോന്നു, കൂടുതൽ നോക്കിയില്ല. ഞാൻ വീണ്ടും ഇങ്ങനെ പതുക്കെ നടന്നു. പാത്രങ്ങളൊക്കെ കണ്ട എടുത്തേ പോവുള്ളൂ. നല്ല ഭംഗിയില്ലേ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ. എനിക്കറിയാം ഞാൻ ഇഷ്ടപ്പെടുന്നത് കാണും, നിങ്ങൾക്കും അത് കാണുമ്പോൾ ഇഷ്ടമാവും. ഇത് മീൻസ് ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും. ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരും ഒക്കെ ഇഷ്ടപ്പെടും, കാരണം അതുപോലെ ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. പാത്രങ്ങളാണെങ്കിലും നോക്കിയ തവകളാണെങ്കിലും ഗ്ലാസ് ഐറ്റംസ്, ജഗ്സ് എല്ലാം ഉണ്ട്. ഈ കാണുന്ന ഈ ബ്ലൂ കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്കിത് മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ബ്ലൂ കളർ ഗ്രീൻ മിക്സ് വന്നേക്കുന്നത്
അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ പിന്നീട് മേടിക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മേടിക്കാം ഗ്ലാസ് ഐറ്റംസ്. ഇത് പിന്നെ വേണ്ട, നമുക്ക് അത്യാവശ്യമില്ല. പക്ഷെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. 1 per പീസാണ് കേട്ടോ അതിൻ്റെ 25 dirhams. ഇപ്പോൾ കണ്ട ഗ്ലാസ്സൊക്കെ ആ ഒരു റേറ്റാണെല്ലാം വരുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ കണ്ടതാണേ. അപ്പോൾ എങ്ങോട്ട് തിരിയണമെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് അഞ്ജൂസ് ബിബിൻ എന്നാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഒക്കെ കാണാൻ ഇടയ്ക്കൊക്കെ ശ്രമിക്കണം കേട്ടോ. പണിയൊക്കെ ചെയ്യുവാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് പണിയൊക്കെ ചെയ്യണം. സമയമില്ലെന്ന് വിചാരിക്കരുത്. പിന്നെ എന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷവും മോട്ടിവേഷനും ഒക്കെ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതൊക്കെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതൊക്കെ ഒരു ചെറിയ ഒരു വേർഡാണെങ്കിലും അത് പറഞ്ഞിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു കൃഷിക്കാരനെ പോലെ ഒരു മൈൻഡാണ്. കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് മുളച്ചോ ഉണ്ടായോ ഇല വന്നോ മുട്ടിട്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്ന ആ ഒരു അതേ ഒരു ഫീലാണ്. അതുപോലെ കഷ്ടപ്പാട് ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം ചെയ്ത് അപ്പം ഞാനെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ക്യാപ് കട്ടിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ എഡിറ്റിങ്ങും നമുക്ക് ഓരോരോ. അപ്പോൾ ഈ ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, ചുമ്മാ ടേബിളിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ വെക്കാൻ കൊള്ളാം ഗസ്റ്റൊക്കെ വരുമ്പോൾ. ഇതാണെങ്കിൽ ഇത് മോഡലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്തായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു അതും പതുക്കെ മതി. ഇപ്പം ഏതായാലും ഞാൻ അങ്ങനെയുള്ളൊരു ഷോപ്പിംഗ് മൈൻഡിലല്ല. നടക്കാനാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, വയറൊക്കെ ആയതുകൊണ്ട് പാടാണ്. പിന്നെ കർട്ടൻ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ നോക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് മറ്റേ പ്ലേസ്മെൻറ്റുകളാണ് കേട്ടോ, മറ്റേ ടേബിളിലിടുന്നത്. അത് എനിക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, വീണ്ടും അടുത്തതിലേക്ക് വന്നു. നല്ല ഭംഗിയാണ്. പിന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിറ്റ്നസ് വീഡിയോസൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷനിൽ കറൻ്റ്ലി 34 വീക്സ് പ്രഗ്നൻസിയിലായതുകൊണ്ടാണ് ഞാനിതിലേക്ക് പോവാത്തത്. അപ്പോൾ വരുന്ന വീഡിയോസൊക്കെ ഫിറ്റ്നസ് വീഡിയോസുകളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ട്രാവലും ഫിറ്റ്നസ് പ്ലസ് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പ്ലേസ്മെൻറ്റിൽ എനിക്ക് ഗോൾഡൻ കളർ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അതിൻ്റെ സർക്കിൾ എൻ്റെ അടുത്ത് സ്ക്വയർ ഉള്ളതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസത്തിൽ കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ബി ഹാപ്പി.